السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഈ മഹൽ പ്രദേശത്തിന് നീണ്ട 40 വർഷം ആത്മീയ പ്രഭ പരത്തിയ ചെമ്പ്രമരക്കാർ മുസ്ലിയാർ പല്ലാർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ 15 വർഷക്കാലത്തോളം എല്ലാ റമദാനിലും പ്രത്യേകം നസീഹത്തിന് നേതൃത്വം നൽകിയിരുന്ന കുത്തുബിയുടെ മകൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവരുടെ സാമീപ്യങ്ങളെല്ലാം ഇവിടുത്തുകാരുടെ ഹൃദയാന്തരങ്ങളിൽ ജ്വലിക്കുന്ന നല്ല ഓർമ്മകളാണ്. ആയിരത്തോളം വീടുകളടങ്ങുന്ന മഹല്ല് പള്ളി 5-6 പ്രാവശ്യങ്ങളിലായി പുനർനിർമ്മിക്കുകയും എറയത്തുപറമ്പിൽ കുഞ്ഞിപ്പ സാഹിബ് മുത്തവല്ലിയും സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക മേഖലയിലെ നിറസാന്നിധ്യം മുഹമ്മദ് അലി സാഹിബ് ഉപദേശക സമിതിയായും EP സയ്യിദലവി ഹാജി പ്രസിഡൻറ്റും പറമ്പിൽ സയ്യിദലവി എന്ന കുഞ്ഞിപ്പ സെക്രട്ടറിയും CP സുലൈമാൻ ഹാജി ട്രഷററുമായി മഹല്ല് ഭരണം നിർവഹിച്ചു പോരുന്നു. മഹല്ലിൻ്റെ ഓരോ ആഘോഷ മതവൈജ്ഞാനിക കാര്യങ്ങൾക്കും 35 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഖുവ്വത്തുൽ ഇസ്ലാം യുവജന സംഘം ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. മഹല്ലിൻ്റെ പുരോഗതിയിൽ കാരണവന്മാരെപ്പോലെ തന്നെ യുവാക്കളും ഒത്തൊരുമയോടെ മുന്നേറുന്നു. പ്രസ്തുത മഹല്ല് ഉൾപ്പെടുന്ന പ്രദേശത്താണ് പ്രസിദ്ധമായ
കാട്ടിലങ്ങാടി PMSA പൂക്കോയത്തങ്ങൾ യതീംഖാന എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒരു സെക്കൻഡറി മദ്രസയടക്കം 4 മദ്രസയും AKK നഗർ, ഹിദായ നഗർ, EPK നഗർ, റാഹത്ത് നഗർ, കാട്ടാങ്കുന്നം എന്നിവിടങ്ങളിലുള്ള മസ്ജിദുകളും ഈ പ്രദേശത്തിൻ്റെ ആത്മീയ കേന്ദ്രങ്ങളാണ്. 1969 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷയിലെ സംസ്ഥാന ജേതാവ് ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു എന്നത് പഠന പാഠ്യേതര വിഷയങ്ങളിൽ ശ്രദ്ധിക്കാൻ എന്നും ഊർജം നൽകുന്നു എന്ന് മനസ്സിലാക്കി മദ്രസ രംഗത്ത് കുറ്റമറ്റാതായ രീതിയിൽ പ്രവർത്തനം നടന്നു വരുന്നു. പള്ളിയും പരിസരവും വൃത്തിയോടെ സൂക്ഷിക്കുന്നതിലും പള്ളിയിലെ മലിനജലം ശാസ്ത്രീയ രീതിയിൽ ഉപയോഗപ്പെടുത്തി കാർഷിക വിളവെടുപ്പും മറ്റും ശ്ലാഘനീയമാണ്. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്ന ഭരണനിർവഹണത്തിന് അസാസുൽ ഇസ്ലാം സംഘം നേതൃത്വം നൽകുന്നു. ഇന്ന് കാണുന്ന ഈ തലയെടുപ്പുള്ള പള്ളി നാട്ടിലെ ഓരോരുത്തരുടെയും, ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ഒക്കെ ശ്രമഫലമാണെന്നതിൽ ഇവിടുത്തുകാർക്ക് അഭിമാനിക്കാം. പ്രസ്തുത പുതുക്കിപ്പണിത ഭവനം 22/5/2017 സയ്യിദ് ഹൈദരലി തങ്ങളാൽ നാടിന് സമർപ്പിക്കുകയുണ്ടായി. ഇവിടുത്തുകാരായ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരു ആഘോഷ ദിനമായിരുന്നു അന്ന് എന്ന് പ്രത്യേകം പറയേണ്ടത് തന്നെയാണ്. റബ്ബ് എല്ലാ സൽപ്രവൃത്തികൾക്കും ഇരുലോകത്തും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം വിട. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന അപേക്ഷയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.